ശരിക്കും 2 വട്ടപ്പാറയുണ്ട് കേട്ടോ. ഒരു വട്ടപ്പാറ നമ്മുടെ നെടുങ്കണ്ടത്തുള്ള MES കോളേജ് ഇരിക്കുന്ന സ്ഥലമാണ്. അത് നമ്മളെ വീഡിയോ എടുത്ത് അടിപൊളിയായിട്ട് നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. മറ്റൊരു വട്ടപ്പാറ എന്ന് പറയുന്നത് ശരിക്കും ചെമ്മണ്ണാറിനടുത്തുള്ള വട്ടപ്പാറയാണ് കേട്ടോ. ഇന്ന് ആ ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ് നമ്മൾ യാത്ര ചെയ്തിരിക്കുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ പുതിയ ഈ കാഴ്ചകളിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് ഉടുമ്പൻചോലയിൽ നിന്ന് വട്ടപ്പാറയ്ക്ക് പോകുന്ന വഴി കൂടെയാണ് നമ്മൾ യാത്ര ചെയ്ത് പോകണേ. ഏതാണ്ട് വട്ടപ്പാറ എന്ന് പറയുന്ന മനോഹര ഗ്രാമത്തിലേക്ക് നമുക്ക് എത്താനായിട്ടുണ്ട്. ഈ വഴി നമുക്ക് 6 കിലോമീറ്റർ ഉള്ളൂ ഉടുമ്പൻചോലയിലേക്ക് കേട്ടോ. അപ്പോൾ ഉടുമ്പൻചോല എന്ന ഈ വഴി ഒരിക്കൽ കൂടി നമുക്ക് യാത്ര ചെയ്യാം പിന്നീട് എപ്പോഴെങ്കിലും. അപ്പം ചെറുകിട വാഹനങ്ങളെല്ലാം ഇതുവഴിയാണ് യാത്ര ചെയ്ത് പോകുന്നത്. അതൊരു വെറൈറ്റി കാഴ്ചയാണ് നമുക്ക് ഇതിലൂടെയുള്ള യാത്ര കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വട്ടപ്പാറ എന്ന് പറയുന്ന സേനാപതി വട്ടപ്പാറ എന്നോ അല്ലെങ്കിൽ ചെമ്മണ്ണാർ വട്ടപ്പാറ എന്നൊക്കെ അറിയപ്പെടുന്ന ആ ഒരു മനോഹര ഗ്രാമത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതാണ് വട്ടപ്പാറ എന്ന് പറയുന്ന മനോഹര ഗ്രാമം. നമ്മളങ്ങനെ വട്ടപ്പാറ ഗ്രാമത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന വഴി രാജക്കാട് എന്ന് വന്ന വഴിയാണ്. ആ ഓട്ടോറിക്ഷ വന്ന വഴിയില്ലേ, രാജക്കാട് ചെമ്മണ്ണാർ റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ഒക്കെ കയറി വന്നാൽ നമുക്ക് വട്ടപ്പാറ എന്ന് പറയുന്ന ഈ ഗ്രാമത്തിലെത്താൻ പറ്റും. ഇവിടെയൊക്കെ കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗ്രാമമാണ് ഈ വട്ടപ്പാറ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ നിൽക്കുന്ന ആലാണ് കേട്ടോ. ഒരു അടിപൊളി ഗംഭീരമായിട്ടുള്ള ഒരു അനുഭവമാണ്. ഈ വഴി ഇങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ അവിടെ നിന്ന് തിരിഞ്ഞു വേണം ഉടുമ്പൻചോലയ്ക്ക് പോകാൻ. നേരെ പോയി കഴിഞ്ഞാൽ കാറ്റൂതിമേട് എന്നൊക്കെ പറഞ്ഞ അത്യാവശ്യം നല്ല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകും. അവിടെ നിന്ന് തലയങ്കാവ് എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമമുണ്ട്. അങ്ങനെ ഉടുമ്പൻചോലയ്ക്കൊക്കെ നമുക്ക് നേരെ പോയാൽ പോകാൻ പറ്റും കേട്ടോ. അപ്പം ഈ ഒരു സെൻട്രൽ ജംഗ്ഷനിൽ ഈ കാണുന്ന വഴി ശരിക്കും നമുക്ക് സേനാപതി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണ്. ഏതാണ്ട് ഒരു 3-4 കിലോമീറ്റർ ഒക്കെ ഉള്ളൂ ഇതുവഴി സേനാപതിക്ക് പോകാൻ വേണ്ടി. എന്നാണെങ്കിലും ഈ വട്ടപ്പാറ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമം, ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു ഇടുക്കിയിലെ 2 ഗ്രാമമുണ്ടെന്ന്. അതിൽ സേനാപതി വട്ടപ്പാറ അല്ലെങ്കിൽ ചെമ്മണ്ണാർ വട്ടപ്പാറ എന്ന് പറയുന്ന മനോഹരമായിരിക്കുന്ന ഗ്രാമത്തിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. പക്ഷേ മനോഹരമായിരിക്കുന്ന ഒരു യാക്കോബറ്റ് പള്ളിയും അതുപോലെ തന്നെ ഒരു കത്തോലിക്ക പള്ളിയും അതോടൊപ്പം തന്നെ മനോഹരമായിരിക്കുന്ന ഒരു അമ്പലവും നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. ഈ ഗ്രാമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഈ ഗ്രാമത്തിൻ്റെ സെൻറ്ററിൽ നിൽക്കുന്ന ഈ ആരും അതിനോട് ചേർന്നുള്ള ഒരു ചെറിയ ഭണ്ഡാരക്കുറ്റിയുമാണ് കേട്ടോ. അതൊരു ഹൈലൈറ്റാണ് സത്യത്തിൽ ഈ ഗ്രാമത്തെ സംബന്ധിച്ച്. ഒരു കാലഘട്ടത്തിൽ ഏതാണ്ട് 14 ബസ്സുകൾ ഇവിടെ വന്ന് പാർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് വൈകുന്നേരങ്ങളിൽ. ഇപ്പോൾ 2 ബസ് മാത്രമാണ് ഈ ഗ്രാമത്തിലൂടെ സർവീസ് നടത്തുന്നുള്ളൂ കേട്ടോ. ഞാൻ ഈ ഗ്രാമത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു സംഭവം കണ്ടു കേട്ടോ. ഇതുകൊണ്ടോ പഴയ ടെലിഫോൺ എക്സ്ചേഞ്ചിൻ്റെ ഒരു പെട്ടി. എത്ര പേരുടെ സൗഹൃദങ്ങളും സംഭാഷണങ്ങളും ഇതുവഴി പാസ് ചെയ്തു പോയാലേ ഇതൊക്കെ ഒരു ഓർമ്മയാണ് കേട്ടോ. ഇപ്പം മൊബൈൽ ഫോൺ വന്നതോടുകൂടി ഈ ലാൻഡ് ഫോണുകളുടെ കാലഘട്ടമൊക്കെ അങ്ങ് കഴിഞ്ഞു. നമ്മളെ സെൻട്രൽ ജംഗ്ഷനിൽ നിന്ന് കുറച്ച് ദൂരം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വഴിയുണ്ട് കേട്ടോ. ഈ വഴിയാണ് ഉടുമ്പൻചോലയ്ക്ക് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ 6 കിലോമീറ്റർ ഉള്ളൂ ഇവിടുന്ന് ഉടുമ്പൻചോലയ്ക്ക് പോകാൻ വേണ്ടി. ഇങ്ങനെ പോകുന്ന വഴിക്കും നമുക്ക് കുറച്ച് ചെറിയ ചെറിയ ഗ്രാമങ്ങളൊക്കെ കണ്ട് നമുക്ക് ഉടുമ്പൻചോലയിൽ എത്താൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം തന്നെ ഇത് ഇങ്ങനെ ഒരു ചെറിയ വഴിയുണ്ട് ഇങ്ങോട്ട് പോകണേ. അതൊക്കെ ഓരോ കൃഷിയിടങ്ങളിലേക്കും ആളുകൾ താമസിക്കുന്ന ഇടങ്ങളിലേക്കുമാണ് പോകുന്നത്. ഈ വഴിയാണ് നമ്മൾ തലയങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴി കേട്ടോ. ഇവിടുന്ന് ഏകദേശം ഒരു 3 കിലോമീറ്ററൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയ ഗ്രാമമുണ്ട്. അല്ല കുഴപ്പമില്ല ചേട്ടാ, ചായ കുടിച്ചോ. ചേട്ടാ, ഈ വട്ടപ്പാറ എന്ന് പറഞ്ഞ ഗ്രാമത്തിന്റെ പേരും ഇതിന്റെ ചരിത്രമൊക്കെ ഒന്ന് പറയാമോ? പേര് വരാനുള്ള സംഗതി നമുക്കറിയത്തില്ല. വട്ടപ്പാറ എന്നെങ്ങനെ പേര് വന്നതെന്ന് നമുക്കറിയത്തില്ല. നമ്മൾ വന്നപ്പോൾ എന്ന് വെച്ചാൽ ഈ അമ്പലത്തിന്റെ അപ്പുറത്ത് ഒരു പാറമടയുണ്ടല്ലോ, ആ പാറമഴയുടെ അവിടുന്ന് ഒരു പാറ മേളിൽ നിന്ന് വരുന്നത്. അതിന്റെ ആ ഹൈറ്റ് ഇപ്പോഴത്തെ നോക്കിയാൽ തന്നെ കാണാം, പൊട്ടിത്തിറങ്ങിയിരിക്കുന്നതാണ്. ആ പാറ ഇങ്ങനെ ഉന്തി വന്നിട്ട് അതിനടിയിൽ കൂടെ ഒരാൾക്ക് കഷ്ടി നടന്നു പോകാനുള്ള ഇടയുള്ളൂ. ഈ സിറ്റിയിലോട്ട് നടന്നേ വരാൻ പറ്റത്തുള്ളൂ. അത് പാറയിൽ കൂടെ തന്നെ വരുന്നേ. ഇനി അതുകൊണ്ടാണോ ഈ വട്ടപ്പാറയെന്ന് ആയെന്ന് അറിയാൻ പറ്റത്തില്ല. പിന്നെ മേൽഭാഗം ഒക്കെ നോക്കുമ്പോൾ മേടൊക്കെ നോക്കുമ്പോൾ എല്ലാം വട്ടത്തിൽ പാറകളൊക്കെ ഉണ്ട്. ഞാനിവിടെ പലരോടും ചോദിച്ചു, ആർക്കും അറിയത്തില്ല ഈ വട്ടപ്പാറ. അങ്ങനെ പറയാൻ പറ്റത്തില്ല. വട്ടപ്പാറ എന്നുള്ള പേരെന്നാ വരാൻ കാരണം എന്നറിയില്ല. കാരണം ഇത് ഇവിടുത്തെ സിറ്റിയാണ്. ഇവിടെ അങ്ങനെ ഒരു പാറയായിട്ടില്ല. നമ്മൾ വരുന്നതിന് മുമ്പ് രൂപാന്തരപ്പെട്ടാണ് ഈ സിറ്റിയൊക്കെ. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് തമ്പി. എൻ്റെ പേര് അമ്പാടി. ഓട്ടോറിക്ഷ ഓടിക്കാണോ? ഓട്ടോ. ചേട്ടൻ്റെ പേരോ? ബേബി. ഇവിടെ വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്ന ആളാണ് അല്ലേ? അപ്പോൾ ഇവിടെ ഒരു ചെറിയ കടയുണ്ട് കേട്ടോ. ചെറിയ ബേക്കറി കോഫി ഹൗസൊക്കെയാണ്. അപ്പം ഈ കാണുന്ന വഴി ഇങ്ങനെ തലയങ്കാവ്, മെത്താപ്പ് തലയങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. നമുക്ക് ഒരിക്കലും അവിടെ പോകണം.
അതുപോലെ തന്നെ ഈ വഴിയല്ലേ കാറ്റൂതിമേട് പോലെ. അപ്പോൾ ഇതിലൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞില്ലേ കാറ്റൂതിമേട് എന്ന് പറയുന്ന ഒരു ചെറിയ ഡെസ്റ്റിനേഷനുണ്ട്. അവിടെ ഒരു അമ്പലവും അതുപോലെ അടിപൊളി വൈബുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അങ്ങനെ യാത്ര നമുക്ക് തുടരാല്ലേ. നമ്മൾ ആ വട്ടപ്പാറ ഗ്രാമത്തിൽ നിന്ന് കുറച്ചും കൂടെ നമ്മൾ മുമ്പോട്ട് പോവാണ്. ഈ പോകുന്ന വഴിക്കാണ് ഞാൻ ആദ്യം പറഞ്ഞ കാറ്റൂത്തിമേടും അതുപോലെ തലയങ്കാവ് എന്ന് പറയുന്ന സ്ഥലമൊക്കെ കേട്ടോ. അതൊരു തമിഴ് ഗ്രാമമാണ്. നമുക്ക് പിന്നീട് ഒരു ദിവസം കയറി പോകണം. അപ്പം നമ്മൾ അങ്ങനെ പോകുന്ന വഴിക്ക് ഈ റോഡിൻ്റെ സൈഡിൽ ധാരാളം കൃഷിയിടങ്ങളും അതുപോലെ ധാരാളം വീടുകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ കാണുന്നതാണ് ഈ ഗ്രാമത്തിലെ ടെമ്പിൾ കേട്ടോ. നമ്മൾ ആ ഗ്രാമത്തിൽ നിന്ന് അങ്ങനെ യാത്ര ചെയ്തിട്ട് ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട്, വട്ടപ്പാറ ഗ്രാമത്തിൻ്റെ. അപ്പോൾ അത് ആ കാണുന്നതാണ് ടെമ്പിൾ കേട്ടോ. അതിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു ചെറിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളും ഉണ്ട്. ഇത് വർക്കിംഗ് ആണോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ അമ്പലത്തിൻ്റെ ആയ ഭാഗങ്ങളാണ് കേട്ടോ. മനോഹരമായ ആ ടെമ്പിളിൻ്റെ അവിടുന്ന് നമ്മൾ വീണ്ടും യാത്ര മുമ്പോട്ട് പോവുകയാണ്. ഇനി നമ്മൾ പോകുന്ന വഴിക്ക് കുറേ വീടുകളൊക്കെയാണ് ഈ ഗ്രാമത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ വഴി ഇങ്ങനെ കുറച്ച് ദൂരം മുന്നോട്ട് പോയിട്ട് അല്പം നമ്മൾ ഉള്ളിലേക്ക് കയറി പോയാലാണ് ഈ കാറ്റൂതിമേട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്താൻ പറ്റുള്ളൂ. നമ്മൾ ഒരു ദിവസം ഇതിനു മുമ്പ് കുറേ നാളുകൾക്ക് മുമ്പ് നമ്മുടെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു മഴയൊക്കെ വരുമ്പോൾ നമുക്ക് വീണ്ടും കാറ്റൂതിമേടിൽ പോകണം കേട്ടോ. ശരിക്കും ഇപ്പോഴാണ് കാറ്റൂതിമേടിൽ കയറി പോകേണ്ടത്. കാരണം വെച്ചാൽ അവിടെ വലിയൊരു കുളമുണ്ട്, മലയുടെ പൊക്കത്താണ്. ഒരിക്കലും ആ കുളം പറ്റില്ല. അതിനോട് ചേർന്ന് കുറേ ടെമ്പിളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെയാണ് കാറ്റൂതിമേടിൻ്റെ ഒരു വൈബ്. നമ്മളിപ്പോൾ ശരിക്കും സഞ്ചരിക്കുന്നത് ഈ മലയുടെ അടിവാരത്തോടെയാണ്. നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് ധാരാളം വീടുകളൊക്കെ കാണാൻ വേണ്ടി പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഒരു കൊച്ചു പള്ളിയുണ്ട്. അത് ഏത് പള്ളിയാണെന്ന് എനിക്കറിയത്തില്ല. എന്നാലും നമ്മൾ കുറച്ച് ദൂരം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ചർച്ച ഇവിടെ കാണാൻ പറ്റും. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ തലയങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്തും ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നില്ല. നമ്മൾ ഈ പള്ളിയുടെ അവിടെ വെച്ച് നമ്മൾ ബൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഇൻഫന്റ് ജീസസ് ചർച്ച് സ്നേഹപുരം വട്ടപ്പാറ എന്നാണ് ഈ ചർച്ചിന്റെ പേര് കേട്ടോ. അപ്പോൾ ആ കാഴ്ച ഒന്ന് കാണാം അല്ലേ. വട്ടപ്പാറ എന്ന് പറയുന്ന മനോഹര ഗ്രാമത്തിൻ്റെ കാഴ്ചകളിൽ നിന്ന് നമ്മൾ തൽക്കാലം വിടപറയുകയാണ്. ഈ സേനാപതി വട്ടപ്പാറ ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും ഒക്കെ കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അധികം താമസിക്കാതെ അടുത്ത എപ്പിസോഡ് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.